ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 200 രൂപ വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കുവാനാണ് നീക്കം. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. PM ശ്രീ പദ്ധതിയിൽ CPM BJP ബന്ധം മറനീക്കി പുറത്തുവന്നതെന്നും KPCC പ്രസിഡന്റ്. തൃശൂർ നഗരത്തിൽ മാരുതി വർക്ക്ഷോപ്പിൽ കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. തൃശൂർ കേരള വിഷനെ നയിക്കാൻ 7 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ചുമതലയേറ്റു. P. ആന്റണി കേരള വിഷൻ ചെയർമാൻ. ഗുരുവായൂർ മേഖലയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വീടിന്റെ ചുമരിന് വിള്ളലേറ്റു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. കാര്യാട്ടുകര മാരാർ കോൾപ്പടവിൽ വീണ്ടും കണ്ടുപൊട്ടി. തൃശൂർ നഗരത്തിൽ 3 കടകളിൽ വെള്ളം കയറി. ഇഡലി പാത്രത്തിന്റെ തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ആശ്വാസമായി ചാലക്കുടി ഫയർഫോഴ്സ്. കുറ്റിച്ചിറ സ്വദേശി ഇഷാന്റെ കൈവിരലാണ് ഇഡലി പാത്രത്തിൽ കുടുങ്ങിയത്. വിശദാംശങ്ങളിലേക്ക്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. നിലവിൽ 1600 രൂപ എന്നുള്ളത് 200 രൂപ വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കുവാനാണ് ആലോചന. നിർദ്ദേശം ധനവകുപ്പിന്റെ പരിഗണനയിലാണ്. നവംബർ 1 ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഷയത്തിലും CPM BJP ബന്ധം മറനീക്കി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുടെ മകനുള്ള ED നോട്ടീസ് അന്തരീക്ഷത്തിലുണ്ട്. CPMന് വലിയേട്ടൻ മനോഭാവമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം KPCC പുനഃസംഘടനയിൽ ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സഭകളുടെ പരാതി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. കോൺഗ്രസിനോട് മാത്രമേ എല്ലാവർക്കും നും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനും കഴിയൂ. ഉന്നയിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പിന്നീട് അവര് അത്തരം വിഷയങ്ങൾ ഉപേക്ഷിക്കാറ് പതിവാണ്. CPMന്റെ ഒരു വലിയേട്ടൻ മനോഭാവമാണ് LDFൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ CPI മാത്രം നിലപാട് സ്വീകരിച്ചാൽ പോരാ, മറ്റ് LDF കക്ഷികളും അഭിപ്രായം പറയണം. തൃശൂർ പെരിങ്ങാവ് ദയ ആശുപത്രിക്ക് എതിർവശത്തുള്ള മാരുതി വർക്ക്ഷോപ്പിൽ റിപ്പയർ നടത്തിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആർക്കും പരിക്കില്ല. പെട്രോൾ ഗേജ് തകരാർ പരിഹരിക്കുവാൻ കൊണ്ടുവന്ന കാറിനാണ് തീപിടിച്ചത്. കാറിന്റെ മീറ്റർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിൻഭാഗത്തു നിന്ന് തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി. വർക്ക്ഷോപ്പിലെ മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരാതിരുന്നത് മൂലം വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി. വിയൂർ സ്വദേശി ജയദേവൻ എന്നയാളുടേതാണ് കാർ. ഷോർട്ട് സർക്യൂട്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ കേരള വിഷനെ നയിക്കാൻ 7 ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റു. തൃശൂർ അരണാട്ടുകരയിലെ കേരള വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് 2025-26 വർഷത്തേക്കുള്ള പുതിയ 7 ഡയറക്ടർ ബോർഡ് ഭരണസാരഥ്യം ഏറ്റെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായി വർഷങ്ങളുടെ പ്രവർത്തന മികവും അനുഭവസമ്പത്തും കൈമുതലാക്കിയ P. ആന്റണിയാണ് തൃശൂർ കേരള വിഷന്റെ പുതിയ ചെയർമാൻ. മാനേജിംഗ് ഡയറക്ടറായി T. ജയപ്രകാശും ഫിനാൻസ് ഡയറക്ടറായി P. ഗോപകുമാറും തുടരും. R. മോഹനകൃഷ്ണൻ, KC ജോൺസൺ, PP. ഓം പ്രകാശ്, KA ഡേവിസ് എന്നിവരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, മുൻ ഡയറക്ടർമാർ എന്നിവർ ചേർന്ന് പുതിയ സാരഥികളെ സ്വീകരിച്ചു. കൂടുതൽ മികച്ച സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി കേബിൾ TV ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാകും മുൻഗണനയെന്ന് സാരഥികൾ പറഞ്ഞു. TCV തൃശൂർ.
ഗുരുവായൂർ മേഖലയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ചുവല്ലൂർപ്പടി കുണ്ടുവീട്ടിൽ മണിയുടെ ടെറസ് വീടിന് വിള്ളലേറ്റു. KSEBയുടെ മീറ്റർ, സ്വിച്ച് ബോർഡുകൾ, ഫാൻ എന്നിവ കത്തിനശിച്ചു. സമീപവാസികളായ വലിയകത്ത് ലത്തീഫ്, കുറുപ്പത്ത് കുട്ടൻ, കറപ്പംവെട്ടിൽ സുലൈമാൻ, ഇരിങ്ങത്തയിൽ കമറുദ്ദീൻ എന്നിവരുടെ വീടുകളിലെ TV, ഫ്രിഡ്ജ്, AC, ഫാൻ, ലൈറ്റുകൾ എന്നിവ കത്തിനശിച്ചു. ചൂൽപ്പുറം, പുത്തൻപള്ളി, പൊന്നരാശ്ശേരി സുകുമാരന്റെ വീട്ടിലും ഇടിമിന്നലിൽ വൈദ്യുതോപകരണങ്ങൾക്ക് കേടുപാട് പറ്റി. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ കുറുപ്പൻ റോഡിലെ കടകളിലും കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വെള്ളം കയറി. 3 കടകളിലാണ് വെള്ളം കയറിയത്. സഹോദരങ്ങളായ തോട്ടാൻ ആൻഡ്രു, ജോഷി എന്നിവരുടെ ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് കടയിലും സണ്ണി എന്നയാളുടെ കിച്ചൺ ആക്സസറി കടയിലുമാണ് വെള്ളം കയറിയത്. റോഡ് പുനർനിർമ്മിച്ചതോടെയാണ് കടകളിലേക്ക് വെള്ളം കയറുന്നത് പതിവായത്. കരാട്ടുകര മാരാർകോൾ പടവിൽ വീണ്ടും ബണ്ട് പൊട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിലാണ് ബണ്ട് പൊട്ടിയത്. KLDC 39 ലക്ഷം രൂപ ചെലവിട്ട് പുതുക്കി നിർമ്മിച്ച ബണ്ടാണ് പൊട്ടിയത്. 60 ഏക്കറോളം വരുന്ന കോൾപ്പടവിൽ കൃഷിയിറക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ പൊട്ടിയ ബണ്ട് പുനർനിർമ്മിച്ചപ്പോൾ മണ്ണിട്ട ഭാഗം കയർ, ഭൂവസ്ത്രമോ മറ്റും ഉപയോഗിച്ച് ബലപ്പെടുത്താതിരുന്നതാണ് ബണ്ട് പൊട്ടാൻ കാരണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. പൊട്ടിയ ബണ്ട് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്ന് കിസാൻ സഭ തൃശൂർ മണ്ഡലം സെക്രട്ടറി K. അരവിന്ദാക്ഷ മേനോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജു കുണ്ടോളി എന്നിവർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ദേശീയപാതയോട് ചേർന്ന സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടുണ്ട്. ദേശീയപാതയിലും കിഴക്കേ സർവീസ് റോഡിലും വെള്ളം കയറിയ അവസ്ഥയാണ്. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കാൽനടയാത്ര ദുസ്സഹമായി മാറി. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളം ഒഴുകിപ്പോകേണ്ട പല തോടുകളും മണ്ണിട്ട് മൂടിയതാണ് പ്രശ്നമായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. മാള പുത്തഞ്ചിറ കിഴക്കുമുറിയിൽ ഇടിമിന്നലിൽ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. പയ്യപ്പള്ളി സ്റ്റീഫന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. മീറ്റർ ബോർഡ് ഉൾപ്പെടെ വൈദ്യുതോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. വീടിന്റെ മേൽക്കൂരയ്ക്കും ചുമരിനും വിള്ളലേറ്റിട്ടുണ്ട്. സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഡലി പാത്രത്തിന്റെ തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ആശ്വാസമായി ചാലക്കുടി ഫയർഫോഴ്സ്. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അതിസൂക്ഷ്മമായി 1 മണിക്കൂർ പരിശ്രമിച്ച് സ്റ്റീൽ തട്ട് മുറിച്ചുമാറ്റി. കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാടം സ്വദേശികളായ ജിനേഷ്, അഖില ദമ്പതികളുടെ മകൾ ഇഷാന്റെ കൈവിരലാണ് രാത്രി വീട്ടിൽ വെച്ച് പാത്രത്തട്ടിൽ കുടുങ്ങിയത്. വീട്ടുകാർ എത്ര ശ്രമിച്ചിട്ടും കുട്ടിയുടെ വിരൽ ഊരിയെടുക്കുവാനായില്ല. തുടർന്ന് ചാലക്കുടിയിലെ അഗ്നിശമന സ്റ്റേഷനിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നു. നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയെ സാന്ത്വനിപ്പിച്ച് അതീവ സുരക്ഷിതമായാണ് പാത്രത്തട്ട് മുറിച്ചെടുത്തത്. സീനിയർ റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ 8ഓളം പേർ ദൌത്യത്തിൽ പങ്കാളികളായി. കുന്നകുളം അഞ്ഞൂർകുന്നത്ത് CPM പ്രവർത്തകന് മർദ്ദനമേറ്റു. ചിറ്റഞ്ഞൂർ സ്വദേശി ആലത്തി വീട്ടിൽ ബിനീഷിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ബിനീഷ് കർണാടകയിലാണ് ജോലി ചെയ്യുന്നത്. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ അഞ്ഞൂർകുന്നത്തെ സുഹൃത്തുക്കളെ കാണാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് 3-അംഗ സംഘം തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മുഖത്തും തലയ്ക്കും കൈക്കും പരിക്കേറ്റ ബിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കടലിൽ മത്സ്യബന്ധനത്തിനിടെ വീണ്ടും വല നശിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ കാരുണ്യ എന്ന വള്ളത്തിലെ വലയാണ് ഏറെക്കുറെ പൂർണ്ണമായി നശിച്ചത്. അടിത്തട്ടിലുള്ള ഏതോ വസ്തുവിൽ കുടുങ്ങിയാണ് വല നശിച്ചത്. സ്നേഹതീരം എന്ന വള്ളത്തിലെ തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ബാക്കിയുള്ള വല പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂർ കൊച്ചി തീരക്കടലിൽ മത്സ്യബന്ധന വള്ളങ്ങളുടെ വല നശിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയവർക്ക് സർക്കാർ നൽകുമെന്നറിയിച്ചിരുന്ന പണം നൽകിയില്ലെന്ന് പരാതി. 200-ൽ പരം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവർക്ക് അർഹമായ തുക നൽകാമെന്ന് സ്ഥലം MLA കൂടിയായ AC മൊയ്തീൻ ഉറപ്പു നൽകിയിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട പല വ്യാപാരികളും ബുദ്ധിമുട്ട് നേരിടുകയാണ്. വാഗ്ദാനം നൽകിയ തുക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ നൽകണമെന്ന് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേച്ചേരി മുതൽ അക്കിക്കാവ് വരെ 10 കിലോമീറ്ററിനകത്ത് റോഡ് വികസനം വരുത്തിയിരിക്കുകയാണ്. ശരിയാണത്. പക്ഷെ ആ റോഡ് നന്നാക്കാൻ, റോഡ് വരാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നായിട്ട് 200-ൽ പരം ആളുകളുടെ സ്ഥലം എടുത്തിട്ടുണ്ട്. അതൊരു മാനദണ്ഡവും കൂടാതെ അവരിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വഴിയാധാരമായിരിക്കുകയാണ് അവര്. അതേപോലെ തന്നെ 27-ാം തീയതി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒരു നിലക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് വികസനത്തിന് ഞങ്ങൾ തടസ്സമല്ല. ഉദ്ഘാടിച്ചോട്ടെ. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്താടം, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, സലാം വലിയകത്ത്, റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ബീലൂർ RMS ബസ് സ്റ്റോപ്പിന് സമീപം കാർ മൺകൂനയിൽ കയറി മറഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ കരുനാഗപ്പള്ളി സ്വദേശികളായ ഷാൻ സദാനന്ദൻ, ദീപിക സോമൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലാണ് അപകടമുണ്ടായത്. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡരികിൽ കൂട്ടിയിട്ട മൺകൂനയാണ് അപകടത്തിനിടയാക്കിയത്. പ്രദേശത്ത് പല ഭാഗങ്ങളിൽ മൺകൂനകളും റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളും വാഹനയാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മദപ്പാടിലായ കൊമ്പൻ കബാലി വീണ്ടും മലക്കപ്പാറ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വീണ്ടും റോഡിലിറങ്ങിയ കൊമ്പൻ രാവിലെ 7 വരെ വാഹനങ്ങളെ കടന്നുപോകാൻ അനുവദിച്ചില്ല. റോഡിലൂടെ തലങ്ങും വിലങ്ങും നടന്ന ആന പിന്നീട് ആനക്കയത്ത് വെച്ചാണ് കാട്ടിലേക്ക് കയറിപ്പോയത്. വീണ്ടും ഇവൻ തിരികെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വനപാലകർ ഭയക്കുന്നു. ദിവസങ്ങളായി ഷോളാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കബാലിയെ നേരിടുന്നതിന് തലങ്ങും വിലങ്ങും പായുകയാണ്. ഞായറാഴ്ച 5 മണിക്കൂറോളം ഗതാഗത സ്തംഭനം ഉണ്ടാക്കിയ കബാലി 3 വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു. സ്ഥിതി ഗുരുതരമായതോടെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള പ്രതിരോധ നടപടിയിലേക്ക് കടക്കുവാൻ വനം വകുപ്പ് ആലോചിക്കുന്നു. തീപ്പന്തം വലിച്ചെറിഞ്ഞും ഒച്ചവെച്ചും ആനയെ തുരത്തുന്ന പതിവ് തന്ത്രങ്ങൾ ഒന്നും ഫലിക്കുന്നില്ല. വലിച്ചെറിയുന്ന പന്തം ചവിട്ടിക്കെടുത്തി കബാലി അവിടെ തന്നെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഷോളയാർ ആനക്കയം ഭാഗത്ത് നിൽക്കുന്ന ചൂണ്ടപ്പനകൾ റോഡിലേക്ക് മറിച്ചിട്ട് ഭക്ഷിക്കുമ്പോഴാണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. ഇത് തിന്ന് തീർക്കാൻ വേണ്ടിവരുന്ന സമയം അത്രയും വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തും കിടക്കുകയും ചെയ്യുന്നു. ഒരു പന തിന്നു തീർക്കാൻ മണിക്കൂറുകളോളം വേണ്ടിവരും എന്നാണ് വനപാലകർ പറയുന്നത്. ഇത്രയും നേരം വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ദുരിതത്തിലാകുന്നു. ഞായറാഴ്ച വൈകിട്ട് കോതമംഗലം യൂണിറ്റിൽ നിന്നും വിനോദയാത്രയ്ക്ക് എത്തിയ KSRTC ബസ് കബാലി അടിച്ചു തകർത്തു. 2 കാറുകളുടെ നേരെയും ആക്രമണമുണ്ടായി. എന്നാൽ ആർക്കും പരിക്കേറ്റില്ല. വന്യജീവികൾക്ക് പ്രത്യേക സംരക്ഷണമുള്ള മേഖലയായതിനാൽ ഇവിടെ പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് ഗതാഗതത്തിന് സമയക്രമം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കൂടുതൽ വനപാലകർ സുരക്ഷാവലയം തീർക്കുന്ന ദൌത്യം 2 വർഷം മുൻപ് കബാലിക്ക് വേണ്ടി ഇവിടെ ചെയ്തിരുന്നു. മദപ്പാടുള്ള ഘട്ടത്തിലാണ് കബാലി ഷോളയാറിൽ എത്തുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ദേശീയപാത പുതുക്കാട് സെൻട്രലിൽ കാൽനട യാത്രികയെ ഇടിച്ചിട്ടതിനു ശേഷം കടന്നുകളഞ്ഞ ബൈക്ക് യാത്രികൻ പിടിയിൽ. പുതുക്കാട് തെക്കേത്തുറവ് സ്വദേശി കുടിയൻ വീട്ടിൽ ഇമാനുവലിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് പരിക്കേറ്റ മുപ്ലിയം സ്വദേശി പാണഞ്ചേരി വീട്ടിൽ സെലിൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേഖലയിലെ 50ഓളം നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത്. അപകട സമയത്ത് പുറകിലുണ്ടായിരുന്ന ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ബൈക്കിന്റെ നമ്പർ ലഭിച്ചത്. ഉടമയെ കണ്ടെത്തിയ പോലീസ് വീട്ടിലെത്തി ഇമാനുവലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പുതുക്കാട് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ലേബർ റൂം, തീവ്രപരിചരണ വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള ഡ്യൂട്ടികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സമരം രോഗികളെ സാരമായി ബാധിച്ചു. ശമ്പള ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പള നിർണയ അപാകത പരിഹരിക്കുക, രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ പണിമുടക്കിയത്. തൃശൂർ സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിതി അക്ഷരനിധി പുരസ്കാരം തൃശൂർ ജില്ലാ ജയിൽ ലൈബ്രറിക്ക് സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാലചന്ദ്രൻ വടക്കേടത്ത് നിലപാടിൽ ഉറച്ചുനിന്ന വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K. അനിൽകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ N. ശ്രീകുമാർ, MP സുരേന്ദ്രൻ, ഡോക്ടർ P. സരസ്വതി, KPCC ജനറൽ സെക്രട്ടറി ജോസ് പുള്ളൂർ, അനിൽ സാമ്രാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹബന്ധങ്ങൾ അതിശക്തമായിരുന്നു. വേർപാട് വേദനാജനകമാണ്. അത് അകാലത്തിലാകുമ്പോൾ ആ വേർപാടിന്റെ വേദന. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എറണാകുളം സ്വദേശി കൊടിമരം ജോസ് തൃശൂരിൽ പിടിയിൽ. എറണാകുളം നോർത്ത് പോലീസാണ് പിടികൂടിയത്. കൊലപാതകവും കവർച്ചയുമടക്കം 20ലേറെ കേസുകളിൽ പ്രതിയാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പത്തനംതിട്ട സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ATMിൽ നിന്ന് യുവാവിന്റെ 10,000ഓളം രൂപ കൈക്കലാക്കിയ ശേഷം മർദ്ദിച്ച് അവശനാക്കി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും 17 വർഷം മുൻപ് മോഷണം പോയ അമൂല്യ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷൈൻ നെടിയിരിപ്പിൽ, AK ചന്ദ്രശേഖരൻ, ലോചനൻ അമ്പാട്ട്, സേവിയൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ 4 അന്വേഷണ സംഘം മാറി മാറി അന്വേഷിച്ചു. 17 വർഷം പിന്നിട്ടു. ചെമാപ്പള്ളി ശ്രീരാമൻ ചിറയിലേക്ക് ബൈക്ക് വീണ് യാത്രക്കാരൻ മരിച്ചു. അന്തിക്കാട് മഞ്ഞപ്പിത്തം സ്വദേശി മീനൂത്തുപറമ്പിൽ 55 വയസ്സുള്ള ശങ്കറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി തൃപ്രയാർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ശങ്കറിന്റെ ബൈക്ക് ശ്രീരാമൻ ചിറയ്ക്ക് അടുത്തുള്ള കലിങ്കിലേക്ക് വെച്ച് നിയന്ത്രണം വിട്ട് ചിറയിലേക്ക് മറിയുകയായിരുന്നു. പുറകെ വന്ന വാഹനങ്ങളിലുള്ളവർ അപകടം കണ്ടുവെങ്കിലും വെള്ളത്തിൽ ശങ്കറിനെ കണ്ടെത്താനായില്ല. ബൈക്ക് മാത്രമാണ് വെള്ളത്തിൽ കിടന്നിരുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലിനൊടുവിൽ പാലത്തിന്റെ കരിങ്കിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുലാമാസ വാവുബലി തർപ്പണത്തിന് വിവിധ സ്നാനഘട്ടങ്ങളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി തർപ്പണം ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി KM ദിലീപ് കുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കൂർക്കഞ്ചേരി കിഴിത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ 5 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. പഞ്ചവടി വാകടപ്പുറത്ത് തുലാമാസം പിതൃതർപ്പണ ചടങ്ങ് നടക്കും. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ വാവാറാട്ട് നാളെ നടക്കും. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാരുടെ പണവും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ച പ്രതികളെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. കോട്ടയം സ്വദേശി കളരിക്കൽ വീട്ടിൽ ജയൻ, ചങ്ങനാശ്ശേരി സ്വദേശി പുത്തൻ വീട്ടിൽ കുഞ്ഞുമോൻ എന്നിവരെയാണ് പിടികൂടിയത്.
നിലമ്പൂരിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ തൃശൂർ ജില്ലാ ടീമിന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തിരുവനന്തപുരം ജില്ലയെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജില്ല ചാമ്പ്യന്മാരായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ജില്ലാ ടീം ക്യാപ്റ്റൻ AJ ശ്രീനന്ദന, പരിശീലകൻ ജിനു ജോസഫ്, സഹപരിശീലക KB ഷിജിത എന്നിവരെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C സുമേഷ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. ദീപാവലി നാളിൽ കടപ്പുറം തീരമേഖലയ്ക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ പങ്കിടുവാനുള്ള വേദിയായി മാറി. പഴയകാല മിഠായികൾ, വിവിധതരം പലഹാരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മൺപാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വിവിധതരം വസ്തുക്കളുടെ കച്ചവട സ്റ്റാളുകളാൽ കടപ്പുറം സമ്പന്നമായി. വാണിജ്യം. പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ പുതിയ ഷോറൂം ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ വിപണന രംഗത്ത് വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. സിനിമാ താരം അന്ന രാജൻ പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച ഷോറൂം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, മേക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി, പാലക്കിഴി പുത്തൻമഠത്തിൽ ശ്രീനിവാസൻ എമ്പ്രാതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. NP ബിൽഡേഴ്സിന്റെ സജിത് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ അജയ് ശങ്കർ, ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, സിനിമ സീരിയൽ താരം ഫിറോഷ് മോഹൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ, ഊരകം സഞ്ജീവനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂം പ്രൊപ്പറേറ്റർ സമോദ് മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ദിവസം വിസിറ്റ് ആൻഡ് വിൻ സമ്മാനം ഒരുക്കിയിരുന്നു. തിരഞ്ഞെടുത്ത 20 ഭാഗ്യശാലികൾക്ക് ദീപാവലി പുടവകളായിരുന്നു സമ്മാനം. പർച്ചേസ് ആൻഡ് വിൻ പദ്ധതിയിലൂടെ 3 ഭാഗ്യശാലികൾക്ക് 3 ഗോൾഡ് നെക്ലേസാണ് പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. 3 നിലകളിലായുള്ള പുതിയ ഷോറൂമിൽ വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ വൻ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഏതുതരം ബഡ്ജറ്റിലുള്ളവർക്കും ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് ഊരകത്തെ പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,980 രൂപ, പവന് 95,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 200 രൂപ വർദ്ധിപ്പിച്ച് 1,800 രൂപയാക്കുവാനാണ് നീക്കം. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. PM ശ്രീ പദ്ധതിയിൽ CPM BJP ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്നും KPCC പ്രസിഡന്റ്. തൃശൂർ നഗരത്തിൽ മാരുതി വർക്ക്ഷോപ്പിൽ കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. തൃശൂർ കേരള വിഷനെ നയിക്കാൻ 7 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ചുമതലയേറ്റു. P. ആന്റണി കേരള വിഷൻ ചെയർമാൻ. ഗുരുവായൂർ മേഖലയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വീടിന്റെ ചുമരിന് വിള്ളലേറ്റു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. കാര്യാട്ടുകര മാരാർ കോൾപ്പടവിൽ വീണ്ടും ബണ്ട് പൊട്ടി. തൃശൂർ നഗരത്തിൽ 3 കടകളിൽ വെള്ളം കയറി. ഇഡലിപ്പാത്രത്തിന്റെ തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ആശ്വാസമായി ചാലക്കുടി ഫയർഫോഴ്സ്. കുട്ടിച്ചിറ സ്വദേശി ഇഷാന്റെ കൈവിരലാണ് ഇഡലിപ്പാത്രത്തിൽ കുടുങ്ങിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.